തകഴിയിലെ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടി. കഴിഞ്ഞ 7-ാം തീയതി ഒരു കുട്ടി അവിവാഹിതയായ ഡോണ ജോർജിനുണ്ടായി. വീട്ടുകാരറിയാതെ ആ പെൺകുട്ടിയുടെ മുറിയിൽ വെച്ച് തന്നെ പ്രസവിച്ചു. 7-ാം തീയതി രാവിലെ വെളുപ്പിനെ തന്നെയായിരുന്നു പ്രസവം. വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ഡോണ തൻ്റെ സുഹൃത്ത് ഇതിൻ്റെ കാരണക്കാരനായ തകഴി ജോസഫ് ഭവനിലെ തകഴി വിരുപ്പാല 2 പറ പുത്തംപറമ്പിൽ തോമസ് ജോൺ എന്ന 24-കാരനെ, അയാളുടെ സുഹൃത്ത് തകഴി ജോസഫ് ഭവനിലെ അശോക് ജോസഫ് 30 വയസ്സുകാരനെയും കുട്ടിയെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. കുട്ടിയെ അവർ കൊണ്ടുപോയി തകഴി കുന്നുമേലെ വരമ്പത്ത് കുഴിച്ചു മൂടി. കുട്ടിക്ക് ജീവനുണ്ടോ, ഏൽപ്പിക്കുമ്പോൾ ജീവനുണ്ടോ, മരിച്ച കുട്ടിയാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ അറിയാനൊക്കുള്ളൂ. ഈ സംഭവം വലിയ വാർത്തയായി. ഈ പെൺകുട്ടി രാജസ്ഥാനിലെ ജയ്പൂരിലെ ഫോറൻസിക് സയൻസിലെ 3 വർഷം പഠിച്ചു. ആ സമയത്ത് അവിടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വന്ന തകഴിയിലെ വിരുപ്പാല 2 പറ പുത്തംപറമ്പ് തോമസ് ജോൺ 24 വയസ്സുകാരനോട് അടുപ്പായി. അവരുടെ ബന്ധത്തിലാണ് ഈ കുട്ടി ഉണ്ടായതെന്ന് കരുതുന്നു. അങ്ങനെ പ്രഗ്നൻ്റായ കുട്ടി അവിടുന്ന് കേരളത്തിൽ വന്നു. തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം ഫോറൻസിക് സയൻസിലെ ലാബറട്ടറിയിലായിരിക്കാം ടെമ്പററി ആയിട്ട് എവിടെയോ വർക്ക് ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിലെ പേരൻസ് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അറിഞ്ഞുകൂടാ. പക്ഷേ 7-ാം തീയതി വെളുപ്പിനെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. രാത്രി വരെ ആ പെൺകുട്ടിയെ മുറിയിൽ തന്നെ സൂക്ഷിച്ചു എന്നാണ് ഇപ്പം ഡോണ ജോർജ് പറയുന്നത്. എന്തായാലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കുട്ടിയെ വയറുവേദന എന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഗൈനക്കോളജി ചോദിച്ചു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, എങ്ങനെയാണ് പ്രസവിച്ച കുട്ടി എന്തിയെ? പ്രസവിച്ച് കുട്ടിയെ അമ്മത്തൊട്ടിലിൽ കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞത്. ഏതായാലും മെഡിക്കൽ ട്രസ്റ്റുകാർ പോലീസ് റിപ്പോർട്ട് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഡോണ ജോർജിയെ ചോദ്യം ചെയ്തു. അവിഹിത ഗർഭം തന്നെയാണ് എന്ന് പോലീസിന് മനസ്സിലായി. അവർ കേസെടുത്തു. ആ കേസിൻ്റെ അന്വേഷണം ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് തകഴി ആലപ്പുഴ ജില്ലാ SP കീഴിലാണ്. അവിടുത്തെ SP തെരേസ ജോൺ അവരാണ് അവിടുത്തെ ജില്ലാ SP. അവിടുത്തെ 2 DYSPമാർ അന്വേഷണം ഏറ്റെടുത്തു. അമ്പലപ്പുഴ DYSP KN രാജേഷ്, അതുപോലെ ചേർത്തല DYSP ബെന്നി. ഇവരെ ഉത്തരവാദിത്തത്തിൽ ആ പെങ്കൊച്ചിനെ കുഴിച്ചിട്ട സ്ഥലത്ത് പ്രതികളുമായി എത്തി. തോമസ് ജോസഫിനെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അശോക് ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു. പ്രസവിച്ച ഉടനെ കുട്ടി മരിച്ചോ, കുട്ടിക്ക് ജീവനുണ്ടായിരുന്നോ എന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടാവും. ഇന്ന് അതിൻ്റെ വിവരം അറിയാം. ഒരു മർഡർ ആണോ എന്ന് അപ്പോഴേ നമുക്ക് അറിയാനൊക്കുള്ളൂ. ഏതായാലും ഈ അവിഹിത ഗർഭത്തിൽ ഉണ്ടായ കുട്ടി അത് വെളുപ്പിനെ ആ പെൺകുട്ടിയുടെ മുറിയിൽ വെച്ച് കരഞ്ഞോ, അല്ലെങ്കിൽ മുറിയിൽ വെച്ച് ജീവനുണ്ടായിരുന്നോ, പ്രസവിച്ചോടനം മരിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നു. ഏതായാലും ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ കാര്യം ബ്ലീഡിങ് കൂടിയത് കൊണ്ട് തന്നെയാണ്. ഏതായാലും 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അപ്പോഴേ അറിയത്തുള്ളൂ. കുട്ടനാട് തഹസീൽദാർ ജയേഷിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പാലാരിവട്ടത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അധികൃതരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കാൻ തന്നെ കാരണം. ട്രിവാൻഡ്രത്തെ ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിലെ പോലീസിൻ്റെ ആണോ അതോ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്തോ, ഏതായാലും പ്രസവത്തിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്തേക്ക് വന്നു ആ പെൺകുട്ടി. ഡോണ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് ആശുപത്രി അധികൃതർ ചോദിച്ചപ്പം അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ തന്നെയാണ് തോമസ് ജോണിനെ കൊടുത്തയച്ചത്
എന്ന് പറയുന്നുണ്ട്. നമുക്ക് പല പെൺകുട്ടികൾക്കും മൈനറായ കുട്ടികൾക്കുമൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ആയിട്ടുള്ള ബന്ധം കൊണ്ട് കുട്ടികൾ ജനിക്കുന്നുണ്ട്. അത് വിവാഹം കഴിക്കാതെയാണ്, അവിഹിതമായ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യജീവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവര് വരുന്ന തടവിലേക്ക് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റമാണ് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ മാനവ അഭിമാനമാണ് അവർ നോക്കുന്നത്. അതല്ല, ഒരു മനുഷ്യജീവൻ ജന്മം എടുത്തു കഴിഞ്ഞാൽ അതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊലക്കേസിന് ഉത്തരവാദികളാവും. ഏതായാലും ഇതുപോലെ പല സന്ദർഭത്തിൽ പല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള അവിഹിത ഗർഭങ്ങൾ ഇപ്പം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ ആ കുട്ടിയെ കൊല്ലാതെ നിങ്ങൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അമ്മത്തൊട്ടിലുണ്ട്, അവിടെ കൊണ്ടാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ പടിയിൽ ഉപേക്ഷിച്ച് പോകുക എന്നാണ് ഞാൻ പറയുന്നത്. കൊലപാതകത്തിലേക്ക് പോകരുത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചാത്തന്നൂര് കല്ലുവാതുക്കൽ രേഷ്മ എന്ന ഒരു സ്ത്രീ ഭർത്താവുമായിട്ട് തെറ്റി അവരുടെ തന്നെ നാത്തൂനും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഇവരെ ഒരു അനന്തു എന്ന ഒരു പേരിൽ അവരെ വിളിച്ചു. അവരുമായിട്ട് വലിയ ചാറ്റ് ചെയ്തു. അനന്തുവിനെ കല്യാണം കഴിക്കാനായിട്ട് രേഷ്മ റെഡിയായി. ആ സമയത്താണ് രേഷ്മയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിച്ചാൽ മറ്റേ കാമുകനായിട്ട് പോകാൻ ഒക്കില്ല എന്ന് കരുതി രേഷ്മ അങ്ങനെ ആ കുട്ടിയെ വീടിനടുത്തുള്ള പറമ്പിൽ ഉപേക്ഷിച്ചത് നമ്മൾ കണ്ടു. ആ കുട്ടി അവിടെ മരിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം രേഷ്മയെ ശിക്ഷിക്കുകയും ചെയ്തു. 10 വർഷത്തെ കഠിന തടവിലാണ് ശിക്ഷിച്ചത്. രേഷ്മയുടെ നാത്തൂമാർ രേഷ്മയെ കളിപ്പിച്ച് അന്ന് പോലീസ് അവരെ വിളിച്ചപ്പോൾ 2 പേരും പോയി ഇത്തിക്കര ആറ്റിപ്പോയി ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. അപ്പോൾ ഒരു അവിഹിത ഗർഭത്തോടനുബന്ധിച്ച് ഒരു കുട്ടി മരിച്ചത് മറ്റേ ഒരാൾക്ക് ഒരു തടവ് ശിക്ഷയും, അത് ഇവരെ കളിപ്പിച്ച് അവരുടെ നാത്തൂന്മാർക്ക് അവർ സ്വയം പോയി ആത്മഹത്യ ചെയ്യുകയും ചരിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ആലപ്പുഴ മാവേലിക്കരയിലെ അവിടെ ശില്പി എന്ന ഒരു സ്ത്രീ അവരുടെ 11 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊന്നു. കോട്ടയം കാഞ്ഞിരം കണിയാമ്പറമ്പിൽ ശില്പി എന്ന 29 വയസ്സുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാരാളം സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ നവജാത ശിശുക്കളെ കൊന്നുകളയുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് അങ്ങനെ അബദ്ധത്തിൽ ആർക്കെങ്കിലും ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും വീട്ടിൽ അറിയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന് കൊടുക്കുക. അതിനെ നശിപ്പിക്കരുത്, അതിനെ കൊല്ലരുത്, നിങ്ങൾ ജയിലിൽ പോകരുത്. നവജാത ശിശു ആണെങ്കിൽ അതിനെ നമുക്ക് അമ്മത്തൊട്ടിലിടാം, ആ കുട്ടി ജീവിച്ചോളും, അതിനെ സർക്കാർ എടുത്തോളും. ഇന്ത്യക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ ആവശ്യമാണ്. നമ്മൾ ഇന്ത്യയിലെ അതിനുള്ള എല്ലാ നിയമപരമായ സംരക്ഷണം അവിഹിതമായാലും ശരി, ഒരു മനുഷ്യജീവന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യജീവനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളിലൂടെയുണ്ട്. അത് ഗവൺമെന്റ് പോറ്റിക്കോളും. അതുകൊണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. അബദ്ധവശാൽ ഇങ്ങനെ ഉണ്ടായിപ്പോയെങ്കിൽ ആ നാണക്കേട് സഹിക്കുക, കൊലക്കേസ് പ്രതിയാകാതെ ഇരിക്കുക, ആ കുട്ടിയെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പൊക്കോളുക. അത് സ്വാഭാവികമായിട്ടും അത് ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് സംവിധാനമുണ്ട്. അതുകൊണ്ട് അബദ്ധവശാൽ ഇതുപോലെ പ്രഗ്നന്റ് ആകുന്ന കുട്ടികൾ ഒരിക്കലും ഇതുപോലെയുള്ള പ്രവൃത്തിയിലോട്ട് പോകാതെ നമുക്ക് സാമൂഹ്യമായ അങ്ങനെ ഉണ്ടാകുന്ന അവിഹിതമായി ഉണ്ടാകുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെ കാര്യമായി തന്നെ ഗവൺമെന്റ് ലെവലിൽ ആ കുട്ടികളെ സംരക്ഷിച്ചു പോകും. എന്നെങ്കിലും നിങ്ങൾക്ക് ഒരു സമയത്ത് ആ കുട്ടിയെ കാണണം, ആ കുട്ടിയെ വേണമെന്ന് അന്ന് ആലോചിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആരും പേരുമില്ലാത്ത കുട്ടികളെ അമ്മത്തൊട്ടിലിട്ട് കുട്ടികളെ അത് ദത്തെടുക്കാനുള്ള നിയമപരമായ സംവിധാനങ്ങൾ അതിനോടൊപ്പം ഇവിടെ നടക്കും. കാരണം പല ആൾക്കാർക്കും കുട്ടികളില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർ ധാരാളം പേരുണ്ട്. അവരെല്ലാം ക്യൂ നിൽക്കുകയാണ് കുട്ടികളെ കിട്ടാൻ.